ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ എവിടെ അളിയാ പോലെ ഗായ്സ് എവിടാന്ന് ചോദിച്ചാ അതിന് മാത്രം ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് വീട്ടിൽ കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അത് തീർച്ചയായും 100% ഉറപ്പാണ്. ജ്യോതിയണ്ണന് പിന്നെ പ്രശ്നമില്ല, തുറന്നു വിട്ട പറവയാണെന്നാണ് അണ്ണൻ പറയുന്നത്. കെട്ടിക്കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ തന്തയാൾക്ക് എന്താണ് ഇനി പ്രശ്നം? അവർക്കാണ് വീട്ടിൽ കയറാൻ പറഞ്ഞത്. പക്ഷെ അണ്ണൻ കയറാറില്ല, അത് വേറെ സത്യം. തീർച്ചയായും അണ്ണൻ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ് ഗൈസ്. ചെറുപ്പക്കാരായ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങളെ വഴി പഴപ്പിക്കുന്നതാണ് അണ്ണന്റെ ഏറ്റവും വലിയ ഹോബി. പിഴച്ചവന്മാരെ എന്ത് പിഴപ്പിക്കാനാടാ നന്ദു? അത് നീ ഞാൻ കാര്യമാണോ പറഞ്ഞത്? ഇവൻ ബോംബെ പിഴ, ലോക പിഴയാണ്. ഇവൻ ബോംബെ പിഴ ഗായ്സ്, ഇവൻ ലോക പിഴയാണ്. ഏകദേശം ഒരു 3-4 വ്ലോഗ് കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തനി ഗുണം. ഇത് ആസ്ഥാന പിഴ. പോർട്രേറ്റ് എടുക്കുക രാവിലെ ഇങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചായം കുടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് അണ്ണന് ഉൾവിളി വന്നു, നമുക്ക് എവിടെയെങ്കിലും പോവാന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയും എടുത്ത് എങ്ങോട്ടൊന്നും ഇല്ലാത്ത ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര എവിടെ ചെന്ന് എത്തുമെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല, അണ്ണനും അറിയത്തില്ല, ഈ ഓടുന്ന വണ്ടിക്കും അറിയത്തില്ല. എത്തിയത് ശേഷം ഇപ്പോൾ ഈ യാത്ര പോയേനെ. ടിപ്പർ ലോറി കൊണ്ടിടിച്ചേനെ. ആക്ച്വലി ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ 9:45. ഞങ്ങള് രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പോ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഏതോ ഒരു അങ്ങേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 10 മിനിറ്റ് സമയം എനിക്ക് താടാ, ഞാനൊന്ന് തുറക്കും, അപ്ഡേറ്റ് ഒന്ന് നോക്കും, ഞാൻ അടച്ചു വെക്കുമെന്ന്. അതിനുശേഷം 9 മണിക്കാണ് അദ്ദേഹം പെടുക്കാൻ പോലും പോയത്. അതുവരെ ഞങ്ങൾ കിടന്നുറങ്ങി. അതുവരെ കാര്യം നമ്മളെ കൂട്ടുകാരനോ കസിനോ നമ്മുടെ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളപ്പം ചിന്തിച്ചു ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെ വാ തുറക്കുന്ന കള്ളം പറയാനും തീട്ടത്തിനെ കുറിച്ച് പറയാനും ചോറ് തിന്നാനും മാത്രമാണ്. അതുകൊണ്ട് ഇയാൾ ഒരിക്കലും വിശ്വസിക്കരുത്. എന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞിരിക്കുക. ഞാൻ ഒതുക്കി ഒതുക്കിയെന്നാ 11 പക്ഷേ 1:10 ആകുമ്പോ നിർത്തുന്ന പറഞ്ഞത് ഞാൻ 9 മണിക്കാണ് നിർത്തിയത്. പൊതുവേ അയാളുടെ ഡ്യൂട്ടി അവേഴ്സ് 1 തൊട്ട് 8 വരെ ഉള്ളു. ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ജോലി ചെയ്തല്ലോ. ആര് പറഞ്ഞു? ഫുഡ് തിന്നിട്ടാണ് എന്നെ ജോലിക്ക് കയറിയത്. അണ്ണാ ഞാൻ പറഞ്ഞില്ലേ, വാ തുറക്കുന്ന നുണ പറയാനും ഫുഡ് തിന്നാനും തീട്ടത്തിന്റെ കാര്യം പറയാനും. അങ്ങനെ ഒരു അണ്ണൻ എന്ത് ചെയ്യാനാണ്? നമ്മൾക്ക് എന്താണ് ഒരു ഭാഗ്യമില്ല, ഇങ്ങനെ ഒരു അണ്ണനാണല്ലോ നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല. എന്നെ സംബന്ധിച്ചോളം അണ്ണൻ എന്റെ ലക്കി ചാമാണ്. ചമ്മി ഇപ്പൊ ലക്കി ചാമ ഞങ്ങളെ ലക്കി ആയിട്ടും കൊന്നളഞ്ഞായിരുന്നു. ആംബുലൻസ് കണ്ട് ഒരു ചാപ്പ് ഗൈസ്, ഞങ്ങൾ ആഴിമലയായിരിക്കും മിക്കവാറും പോകുന്നത്, ഇല്ല കഴക്കൂട്ടമായിരിക്കും പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ പോയി ഇറങ്ങിയതാണ്. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകുന്നുള്ളൂ. ഇപ്പൊ തന്നെ 9:45 അപ്പൊ എന്തായാലും വീട്ടിൽ കയറ്റത്തില്ലെന്ന് ഉറപ്പാണ്. ഞാൻ ഓൾറെഡി ഒരു ജാമീൻ പോലെ വീട്ടിൽ വിളിച്ച് താക്കോലെടുത്ത് രാവിലെ ഞങ്ങൾ ഒരു പടത്തിന് കയറിയാലും അമ്മ ചോദിച്ചു എവിടെ പോകുന്നു. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് ഇതാ വരുന്ന പറഞ്ഞ് ഇറങ്ങി ഞാനാണ്. ഇപ്പം ദിവസം 2ആയി. ദിവസം 2ആയി വീട് കണ്ടിട്ട് 10 മിനിറ്റ് സെയിം അതേ സംഭവമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാനൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു കയറാം എന്ന് പറഞ്ഞ് പപ്പന്റെ അടുത്ത് നിന്ന് പോയതാണ്. പിന്നെ പപ്പയെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇന്ന് വൈകിട്ടേ വരുമെന്ന്. ഇന്നലെ ഇപ്പൊ രാത്രിയായി, നാളെ രാവിലെ എത്തും ഞങ്ങള്. അതുവരെ കാര്യം. ഏത് പടത്തിന് പോന്നെ? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അമ്മക്ക് കിട്ടുന്ന ലൈഫിലെ ഈ കുറച്ച് സമയങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുക. ആരാണ്, എന്താണ്, എപ്പോഴാണ്, എവിടാണ് തീർന്നു പോയെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എൻജോയ് കൊച്ചു ജീവിതത്തിന്റെ ഓരോ അണുവും നമ്മൾ ആഘോഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും മനുഷ്യന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അത് ബാക്കിൽ നിന്ന് വന്ന മണികണക്കാണ്. നിമിഷം നേരം കൊണ്ട് പ്രതീക്ഷിക്കാതെ വെച്ച് പോകുന്നു. ഇവരിങ്ങനെയാണ് ഗൈസ്, വാ തുറന്ന തീട്ടം വളി കാട്ടം. നിങ്ങൾ ചിന്തിക്കൂ, ഇതെല്ലാം നമ്മളെ ജീവിതത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനു വേണ്ടി പ്രത്യേക ഡോക്ടർമാരും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ വായെന്ന് പറയുന്നത് മൂക്കിൽ തരുന്നതിന് മൂക്കളെ തുറന്നു, പിന്നെ ബാക്കിൽ കൂടെ പോകുന്നതിന് വളി എന്ന് പറയുന്നതിന് മാത്രം എന്താണ് അത്ര ലജ്ജിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സമൂഹത്തിന് ഇത് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല.
ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് വേണ്ട പറഞ്ഞ കാര്യം എനിക്ക് ഇവരെ വഴിയാണ്. പക്ഷെ ഞാൻ കുടിച്ചു, നല്ല ടേസ്റ്റ്. ഈ തെണ്ടി അതിൽ നിന്ന് വാങ്ങിച്ചു കുടിച്ചു, എനിക്ക് ഇച്ചിരി കിട്ടുകയുള്ളൂ. കൊതിവിടാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ടേസ്റ്റ് ആണല്ലോ. ഇങ്ങനെ എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ ഒരു തെണ്ടി കാണും. അവൻ സ്വന്തമായിട്ട് എന്ത് ചോദിച്ചാലും വേണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ എന്തെങ്കിലും കഴിച്ചെടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൽ കൈയിട്ട് വാരി തിന്നും. എനിക്ക് പകുതി കിട്ടുകയുള്ളൂ. സർബത്ത് ഉടമല വന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന മോശമാണോ അല്ലയോ അത് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യണേ. മോശമല്ല, അല്ലാതെ അവന് ടേസ്റ്റ് ചെയ്യാനാണെങ്കിൽ അവൻ വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കാൻ പറയാ, എനിക്ക് ഇവിടെ വേണം 3 നമ്മൾ വാങ്ങിക്കും. ഞാൻ വാങ്ങിച്ച ഡൽഹിയിൽ നിന്ന് പകുതി എന്തിനാ കിട്ടുക. ഹൗ വാസ് ദി സർബത്ത് ബ്രോ? ചെറുക്കൻ ഇംഗ്ലീഷുകാരനാണ്, ആക്സിൻ്റെ ഉള്ള ഇംഗ്ലീഷേ പറയൂ. ആക്ച്വലി ആക്സിൻ്റെ ഉള്ള ഇംഗ്ലീഷുകാരി വേറൊരുത്തി ഉണ്ട്, അവളങ്ങ് എറണാകുളത്താ. അവളെ ഞങ്ങളൊരു മൈൻഡ് ഔട്ടാണ്. പക്ഷേ ജോക്സ് അപ്പാർട്ട്, സർബത്ത് വാസ് റിയലി നൈസ്. നല്ല സർബത്തായിരുന്നു. പിന്നെ നമ്മൾ കാടമുട്ട ട്രൈ ചെയ്തു അല്ലേ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മണ്ടം വാങ്ങിച്ച് 2 തിന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ഞങ്ങൾ വീണ്ടും റെക്കോർഡ് ചെയ്യുന്നതാണ്. ബൈ ഗൈസ്. ഇവന്റെ തനി ഗുണം കാണണം. ഇതുകൊണ്ടാണ് ഇവന് ജോലി കിട്ടാത്ത. പബ്ലിക്കായി പോസ്റ്റിന് താഴെ നിന്ന് പെടുക്കുന്ന യുവാവ്. പെറ്റിയടിക്കണം ഗൈസ്. ബിബിൻ അഡ്രസ് പറയണേ അവന്റെ. അഡ്രസ് ഇല്ലാത്തവരാണ്. പെടുത്തിട്ട് ആ കൈ അവൻ തലയെ തുടച്ചു, അത് നിങ്ങൾ കണ്ടോ? എന്നിട്ടാണോ തെണ്ടി ഹൈജീന്റെ കാര്യം പറയുന്നത്. ഇനി ആ തലയും ചൊറിഞ്ഞിട്ട് അവൻ ചോറ് നിന്നും. അങ്ങനെ ഒരു വൃത്തികെട്ടവരാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ്. എവിടെ നമ്മൾ പോന്നെ? പൊറോട്ട ഹട്ടിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേ. കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ പറയാം. ആക്ച്വലി ഞങ്ങള് ആരായിരുന്നു വീഡിയോ കണ്ടേ? കൊല്ലം ഫുഡിന്റെ വീഡിയോ കണ്ട് വന്നയാ. പക്ഷേ ഏത് 2 ഐറ്റം ആയിരുന്നു ബുക്ക് ചെയ്തേ? ഞങ്ങൾ ഗോൾഡൻ മിൽക്ക് അൽഫാമും അതേപോലെ ഗാർലിക് ചിക്കനും ആണ് നോക്കി എത്തിയപ്പോഴത്തേക്ക് അൽഫാം തീർന്നെന്നാണ് പറഞ്ഞത്. അൽഫാം തീർന്നെന്നാണ് പറയുന്നത്. ഗാർലിക് ചിക്കൻ ആണ്. ഗാർലിക് തിന്നു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ പറയാം. ഓക്കെ. പക്ഷേ ഇതാണ് കട. ഓ, നിങ്ങൾക്ക് ബ്ലറിൽ കാണാൻ പറ്റില്ല. ലെറ്റ്സ് സീ. സിറ്റിംഗ് ഐറ്റംസ് സ്പേസ് ഉണ്ടോന്ന് അറിയില്ല, നോക്കട്ടെ. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണിത്. നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ഒരു സ്പേസേ ഉള്ളൂ. പക്ഷേ എല്ലാം നമ്മുടെ പഴയ പടങ്ങളുടെ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ച് ഭയങ്കര കിടലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കമലഹാസൻ സാർ നോക്കൂ, നമ്മളെ മാണിക്യം, രാജമാണിക്യം എല്ലാവരും ഉണ്ട്. രജനികാന്ത് സാർ എല്ലാരും ഉണ്ട്. സർപ്പയുടെ പരമ്പര, ഷാറുഖ് ഖാൻ, കാർത്തിക് എല്ലാരും ഉണ്ട്. ലോ സ്പേസിന്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ചെയ്തേക്കാം. ഇന്റർണൽ വൈബൊക്കെ കൊള്ളാം. ഓ, ഇതാണ് കൈ കഴുകുന്ന സ്പോട്ട്. പോയി കഴുകുക. നമ്മുടെ സെൻസറിന്റെ ലൈറ്റ് കത്തുന്നത് നമുക്കത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. യെസ്, റെഡ് ലൈറ്റ് നമുക്കത് കാണാൻ പറ്റും. ഇന്റർനെറ്റ് സെറ്റപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ താഴെ നിന്ന് കയറുമ്പോൾ വളരെ ചെറിയൊരു സ്പോട്ടാണ്. പക്ഷേ അവരത് യൂട്ടിലൈസ് ചെയ്തേക്കുന്ന രീതി ഭയങ്കര ഭംഗിയാണ്. ആ പോസ്റ്റേഴ്സും ആ വർക്കും ഏരിയയും കൊള്ളാം. കുറച്ച് ബാക്കി ഇടാം. ാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ നല്ല ഗാർലിക് ചിക്കൻ മിൽക്കി നമുക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഒന്ന് പറയാം. ബാക്കി വേണം. ചോബ്രോ വായി വെക്കുന്നുണ്ട്. How's the taste, bro? അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടായിരുന്നു ഫുഡ്? ഇംഗ്ലീഷ് മലയാളം മതി. മലയാളം ഫുഡ് അടിപൊളിയുടെ വേറെ ലോക്കലാണ്. ഞാൻ ഇവനോട് ചോദിക്കണ്ട, അത് നിങ്ങൾ താങ്ങത്തില്ല. ഫുഡ് കൊള്ളായിരുന്നു. ആക്ച്വലി ഫുഡ് കൊള്ളായിരുന്നു. പക്ഷെ നൂൽ പൊറോട്ടയ്ക്ക് വലിയ ചൂടില്ലായിരുന്നു. പക്ഷെ ഞാൻ നൂഡിൽസ് കണക്ക് ഊരി തന്നെ തിന്നിരുന്നു. നൈസായിരുന്നു. ചിക്കൻ നൈസായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു. പൈസ ഇവനായിരുന്നു കൊടുത്തത്. അതായത് ഏറ്റവും നൈസ് കൂട്ടത്തിൽ
അത് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത തവണ വരുമ്പോ എല്ലായിടത്തും സെറ്റിൽമെന്റ് ബിബിൻ ചെയ്യുന്നു. ബിബിൻ ഏറ്റിരിക്കുകയാണ്. ഗൈസ് ഐ ക്യൂറ്റ്. എല്ലായിടത്തും അവൻ സെറ്റിൽ ചെയ്യും. 505 രൂപയാണെങ്കിൽ 5 രൂപ അവനെ സെറ്റിൽ ചെയ്യും. ഇപ്രാവശ്യം അതും തന്നില്ല. പൊതുവെ അവൻ ആരെങ്കിലും തരും. ഇപ്രാവശ്യം അവൻ ഞാൻ കൊടുത്തോണ്ട് ആ തെണ്ടി 5 രൂപ പോലും തന്നില്ല. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കമന്റിൽ അവൻ മൂഞ്ചി പോകും. പക്ഷെ മൂഞ്ചിയത് ഞാനാണെന്ന്. പക്ഷെ ബിബിൻ ഹാർഡ് കോർ ആയിട്ട് ജോലി നോക്കുന്നുണ്ട് എന്നാണ് ആ തെണ്ടി പറഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോയിനൊരു 500 ലൈക്ക് വരുവാണെങ്കിൽ ഇവന്റെ ഒരു ലൈവ് ഇന്റർവ്യൂ ഞങ്ങൾ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവന് ഇതുവരെ ജോലി കിട്ടാഞ്ഞെന്ന്. ഇങ്ങനെ റോട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ട്, ആരെങ്കിലും വണ്ടി വന്ന് ഫോൺ എടുത്തുകൊണ്ടാണോ നമ്മൾ. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ആരെങ്കിലും കീഴിൽ ജോലി ചെയ്യേണ്ടവരാണോ നമ്മൾ? ഇവൻ ജോലി ചെയ്യേണ്ടവനേ അല്ല. നിങ്ങളുടെ ആരെങ്കിലും കമ്പനി ഇവൻ ഇന്റർവ്യൂ കൊടുക്കാൻ വരുന്നെങ്കിൽ ദയവായി ഇവനെ എടുക്കരുത്. അതായിരിക്കും നിങ്ങളുടെ കമ്പനിക്ക് നല്ലത്. ആരുടെ കീഴിൽ പോയി ജോലി ചെയ്തു അതൊക്കെ വൃത്തിയായിട്ട് ചോദിക്കാം. ഇവൻ എപ്പോഴും അങ്ങനത്തെ കീഴിൽ പോയുള്ള പണികളെ അറിയൂ. പിന്നെ ആ ചിന്താഗതി പോലെ കണ്ടില്ലേ ഈ കേരള സൊസൈറ്റി എങ്ങനെയാണ് നന്നാവുന്നത്? നിങ്ങൾ പറ. ഇങ്ങനത്തെ ഉള്ള തെണ്ടികൾ 4 മതി കേരള സൊസൈറ്റി നന്നാവാതിരിക്കാൻ. അപ്പൊ ശരി, ബൈ ഗൈസ്. ഞങ്ങൾ വീട്ടിലേക്ക് പോയാണ്. അല്ലെങ്കിൽ പോകുന്ന വഴി വേറെ ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ വേറെ ഏതെങ്കിലും ട്രൈ ചെയ്യാൻ യോജന പറയുന്നതായിട്ട്. ഓക്കെ, ഞങ്ങൾ വീണ്ടും ഷേക്ക് കുടിക്കാൻ നിന്നിരിക്കുകയാണ്. ഏതാളിയാടാ ജംഗ്ഷനിലിരിക്കുകയാണ്. ഷേക്ക് കുടിക്കാൻ. നീ എന്ത് കുടിച്ചേ? ഞാൻ നടന്നിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു. അളിയ എന്താ ഓർഡർ ചെയ്ത്? കുലുക്കി സർബത്തുകളാണ്. അളിയൻ പണ്ടേ കുലുക്കിന്റെ ആളാണ്. അപ്പൊ കുലുക്കി പറഞ്ഞിട്ടുണ്ടോ? കുലുക്കി വന്നിട്ടില്ല ഇതുവരെ. അതേക്കൂട്ട് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു ബദാം കരിക്കാണ്. അതെന്താണെന്ന് അറിയാൻ വയ്യ. നോക്കട്ടെ. ಬೇರೆ ಇಲ್ಲ. ഇഞ്ചിയൊക്കെ ഉണ്ട് നൈസില്ലേ? വന്നുവേ എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പം 12:15 ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. ഒരു രക്ഷയില്ല സാർ, ഒരു രക്ഷയില്ലാത്ത ഭംഗി. എന്നാലും ഞങ്ങളിവിടുന്ന് പോവുകയാണ്. കാരണം പോലീസുകാരും മാമന്മാരും ഞങ്ങളോട് ഓൾറെഡി ഒരു വാർണിംഗ് തന്നു. പോലീസുകാർ ഇനി വന്ന് അടി കുണ്ടി കിട്ടും, കുണ്ടിയുടെ തൊഴി പോകും. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. എന്തായാലും പക്ഷേ ഞങ്ങൾക്ക് വിഷയമുള്ള ഒരു കാര്യമില്ല. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ബിബിനെ തൂക്കും. ഞങ്ങളങ്ങ് കൊടുക്കും ബിബിനെ. ബിബിനെയും കൊടുക്കും. കാരണം ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല കുണ്ടി അവൻ്റെ. അപ്പൊ അവർക്കാകുമ്പോൾ അടിക്കാൻ ഒത്തിരി ഇടവും കിട്ടും. ഇല്ലല്ലേ? നമ്മളങ്ങനെ തിരിച്ചിരുത്തി കൊടുക്കും. പിന്നെ അവരായി, അവരുടെ പാടായി. അവർക്ക് ബോഡി സ്ട്രെച്ച് ചെയ്യാനൊരു ഡെഡ് ബോഡി ഉണ്ടായി കിട്ടുമെന്ന്. അത് തപ്പി ഇറങ്ങിയപ്പോഴാണ് കൊടുത്തത്. അപ്പൊ ശരി ഗായ്സ്, ഹലോ ഗായ്സ്. ഇന്നത്തെ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോകാൻ പോവുകയാണ്. ബാക്കി വ്ളോഗ് ഇവർ ചെയ്യും. ഞാൻ നോക്കട്ടെ എന്നെ വീട്ടിൽ കേട്ടു. മുമ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഗൈസ്. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അവിടെ കിടന്നുറങ്ങുമായിരുന്നില്ലേ? ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. പക്ഷെ അണ്ണ എന്നെ ആകാശത്ത് കൊണ്ട് ഇടിപ്പിച്ചാണ് ഉണർത്തിയത്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കിടന്നപ്പോ തല പോയി ഇടിക്കുന്നു. അങ്ങനെ എണീറ്റ് നോക്കിയപ്പോ ഏതോ കുഴിയൊക്കെ പോണ വേണ്ടി അതിന്റെ ഇടയിൽ കൂടെ സീറ്റ് ബെൽറ്റ് ചെയ്തുള്ളതാ. എന്നിട്ട് ആ കോപ്പ് കിട്ടിയതേ ഇല്ലെന്നുള്ളയാ. കിട്ടി, അത് കുത്താൻ പറ്റിയില്ല. വേറൊരു കാര്യം, ഞാൻ താക്കോലെടുത്ത് പുറത്ത് വെക്കാൻ പറഞ്ഞു. പക്ഷെ എവിടെ വെക്കണോന്ന് ഞാൻ പറഞ്ഞില്ല. ലൈറ്റ് കത്തിച്ചിട്ടേ. ഇല്ലാത്ത പക്ഷെ ഇവിടെ ഒരു എഴുത്തിലുണ്ട് പശുക്കൾ കിടക്കാനുള്ള അവിടെ കിടന്നോളൂ. അവിടെ ഞാൻ ബിബിനെ കിടത്തി. സോറി, ബാക്കി പറയുന്നില്ല. സെൻസാർഡ്